നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 നാമങ്ങൾ കോർത്തിണക്കിയ ശ്ലോകമാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ശ്ലോകമാകുമ്പം എളുപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ 1000 നാമങ്ങൾ നമ്മൾ ജപിക്കുന്നതിലും എളുപ്പമാണ് ഈ ശ്ലോകം ജപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം പറഞ്ഞു തരുന്നത്. ഇതിനകത്തെ ആദ്യത്തെ ശ്ലോകം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അത് നമ്മൾ കാണാതെ ജപിക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കി വേണം ഇത് ജപിക്കാൻ. കാരണം നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകം ഇതാണ്: ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഹൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഹൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന. ഇതാണ് ആ ശ്ലോകം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ചം, അതായത് ഈ പ്രപഞ്ചം തന്നെ ആയിരിക്കുന്നതിന്, അതായത് പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടിരിക്കുന്ന പരമാത്മാവ സ്വരൂപമായ, പരമാത്മ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലായി കാണുമല്ലോ, ബ്രഹ്മാവായവനും സർവവ്യാപിയും ഏതു ദേവതയ്ക്കായി ഹോമിച്ചാലും ആ യജ്ഞത്തിൻ്റെ ദേവനായവന്, ഇപ്പം നമ്മൾ എന്ത് ഹോമം ഏത് ദേവന് വേണ്ടി ഏത് ദേവൻ്റെ പേരിൽ നമ്മൾ ഹോമം ചെയ്താലും അതിൻ്റെ അധിപനായത് അത് ഈ ഭഗവാന്റെ അരികിലാണ് എത്തുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ദൈവം എന്ന് പറയുന്നത് പല പേരിൽ നമ്മളങ്ങ് അറിയപ്പെടുന്നു. നമ്മൾക്ക് ഒരേ ഒരു ദൈവമാണുള്ളത്. അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആ ശക്തിയാണ്, ആ പരമാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം ഏത് ദേവനെ അർച്ചിച്ചാലും അത് ഭഗവാന്റെ അടുത്തെത്തുന്നു. അപ്പം അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭൂതം ഭാവി വർത്തമാനം, ഈ 3 കാലത്തിൻ്റെയും ഈശ്വരനായവൻ. അതായത് ഈ 3 കാലം എല്ലാവർക്കും അതറിയാമല്ലോ. 3 കാലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവനും ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരണക്കാരനായവൻ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരായവൻ. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും സകല ചരാചര വസ്തുക്കളുടെയും അന്തര്യാമിയായി, അതായത് നമുക്ക് കാണാതെ, നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാതെ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അതായത് ഇതിനെ ഓരോന്നിനെ പരിപോഷിപ്പിച്ച് സംരക്ഷിച്ച് എല്ലാത്തിൻ്റെയും ആത്മാവായ മഹാവിഷ്ണുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതാണ് ആദ്യത്തെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇത് നിങ്ങൾ ആദ്യമേ ഒന്ന് ഈ സ്തോത്രം ഒന്ന് ജപിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അടുത്തത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ പീസ്ഫുൾ ചാനൽ നിങ്ങൾ നോക്കുക.